ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാനേ ഇത് കണ്ട ഒരു സാധനം, വാഴക്കന്ന്. എല്ലാവർക്കും അറിയുന്നുണ്ടേ വാഴക്കന്ന്. ഈ വാഴക്കന്ന് കൊണ്ട് നമുക്കൊരു അടിപൊളി തോരൻ വയ്ക്കാം. തുടങ്ങാം നമുക്ക്. ഇത് ഞാൻ കുറേയൊക്കെ ഇതിൻ്റെ പോളം ഉരിഞ്ഞ് കളഞ്ഞ്, ഇനി ഒരു 2-3 കൂടെ നിൽപ്പുണ്ട്. അതും കൂടെ ഉരിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം, ഈ ഇലയുടെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്കൊരു നല്ലൊരു തോരൻ വയ്ക്കാം. ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞങ്ങോട്ട് നമ്മൾ അരിയുമ്പോൾ നല്ല വൃത്തിയായിട്ട് ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗമാണ് നമുക്കിതിന് വേണ്ടുന്നത്. അത് ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ, കഞ്ഞിവെള്ളം, ചെറിയ ചൂടോടെയുള്ള കഞ്ഞിവെള്ളത്തിലൊന്ന് നല്ല വൃത്തിയായിട്ട് കഴുകി കഴിയുമ്പോൾ ഇതിനകത്തുള്ള ആ കറയൊക്കെ ഒന്ന് പോകും. ഞാൻ അങ്ങനെ ചെയ്തെടുത്ത് അതിനകത്ത് ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിന് നമുക്ക് എല്ലാവരും തോരൻ വയ്ക്കുന്ന പോലെ തന്നെ നമുക്കും തോരൻ. തേങ്ങ, 2-3 പച്ചമുളക്, ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കളർ കിട്ടാൻ വേണ്ടി ഇച്ചിരി മുളക് പൊടി, കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഇട്ട് നമുക്ക് ഇത് ചതച്ച് വെക്കാം. എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൊണ്ട് എന്നിട്ട് നമുക്കിതങ്ങ് തട്ടിയിട്ടാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇളക്കിയിട്ട് നമുക്കങ്ങ് അടച്ച് വെക്കാം. ഇതെല്ലാം കിടന്ന് ചതച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ വാഴവിത്ത് തോരനെ റെഡിയായെന്ന് നോക്കാം. അടച്ചു വെക്കുമ്പോഴേ കുറച്ച് വെള്ളം ഇറങ്ങിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ വെള്ളം എല്ലാം പറ്റും. ഇപ്പം അതിൻ്റെ വെള്ളം എല്ലാം വറ്റി റെഡി ആയി. നമുക്ക് ഇതിനകത്തോട്ട് അരപ്പിട്ട് കൊടുത്താൽ മതി. അരപ്പിട്ട് കൊടുക്കട്ടെ. എല്ലാവരും ഒക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. ആരെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടാവും വാഴക്കന്ന് തോരൻ. ഇതൊന്ന് തട്ടി പൊത്തി വെച്ച് അരപ്പൊന്ന് ചൂടാവട്ടെ. ഒന്നും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിനകത്ത് വെള്ളം ഇറങ്ങാനൊന്നുമില്ല. ഇനി എല്ലാം വെള്ളം മുഴുവൻ വറ്റി. ഒന്ന് അടച്ചു വെച്ചിട്ട് അരപ്പിനൊന്ന് ആവി കയറുമ്പോൾ നമുക്ക് തുറക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വാഴക്കന്നൊക്കെ അരപ്പും എല്ലാം കൂടെ വെന്ത് ചേർന്ന് നമുക്കൊന്ന് ഇളക്കി വെക്കാം. നല്ല അടിപൊളി തോരനാ കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക്, കൊള്ളാവോന്ന് അറിയാമല്ലോ. ഞാൻ മാത്രം കൊള്ളാമെന്ന് പറഞ്ഞാലേ നിങ്ങൾ വിചാരിക്കും വെറുതെയാന്ന്. ആരെങ്കിലുമൊക്കെ വെച്ച് നോക്കിയിട്ട് കമൻ്റ് ഇടും. നമ്മുടെ കൂമ്പൊക്കെ, വാഴക്കൂമ്പൊക്കെ വയ്ക്കത്തില്ലയോ, ഏകദേശം അതേ ടേസ്റ്റൊക്കെയാ. പിന്നെ ഇതിനകത്ത് നമ്മൾ ആ വാഴക്കൂമ്പ് വയ്ക്കുന്നത് പോലെ പയറിട്ടും വയ്ക്കും. ഇത് മാത്രം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പയറിടാഞ്ഞത്. ഉപ്പുണ്ടോ നോക്കട്ടെ. ഉപ്പൊക്കെ ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ചിക്കി തോത്തി എടുക്കുന്ന പരുവത്തിനായിട്ടുണ്ട്. ഇത്രയും മതി. നമ്മുടെ വാഴവിത്ത് തോരൻ റെഡി. ഞാൻ തീ ഓഫാക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട്, ഒരു ബൗളിലോട്ട് മാറ്റാം. കണ്ടോ വാഴവിത്ത് തോരൻ. കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. ഈ വാഴവിത്ത് തോരനും കുറച്ച് മോരും ഉണക്ക കൊഞ്ചി ചമ്മന്തി അതും കൂടെ വെച്ച് നല്ല അടിപൊളിയാണ്. ഇത് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. കഴിക്കട്ടെ ഞാൻ. നിങ്ങൾ ഈ വാഴവിത്ത് തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ. നല്ല തോരൻ, അടിപൊളി തോരൻ. ഞാനപ്പോൾ വേറൊരു വീഡിയോ ഇട്ട് തരാം. ഓക്കെ, ബൈ.